വെൽക്കം ബാക്ക് സിനിമ വാർത്താ മലയാളം. ഇന്നത്തെ ചില സിനിമ അപ്ഡേറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മമ്മൂക്ക ലാലേട്ടൻ കോംബോയിൽ മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രം പേട്രിയറ്റ് ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ചിത്രം ഏപ്രിൽ 23 തിയേറ്ററുകളിലേക്ക് എത്തും. ചിത്രത്തിൽ ഒരു വമ്പൻ താരനിര തന്നെ അണിനിരക്കുന്നുണ്ട്. ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര തുടങ്ങിയ ഒരു വമ്പൻ താരനിര തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. ചിത്രം ഒരു പാൻ ഇന്ത്യൻ റിലീസായിട്ടാണ് ഇറങ്ങുന്നത്. ചിത്രം വലിയൊരു വിജയമാവുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരും പ്രേക്ഷകരും. ജോജു ജോർജ് നായകനാകുന്ന പുതിയ ചിത്രം അജസുന്ദരി. ചിത്രത്തിൻ്റെ പുതിയൊരു പോസ്റ്റർ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ചിത്രം ആഷിഖ് അബുവാണ് നിർമ്മിക്കുന്നത്. മനു ആൻ്റണി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ലിജോ മോൾ ജോസും മറ്റൊരു വേഷത്തിൽ എത്തുന്നുണ്ട്. അർജുൻ അശോകൻ നായകനായി എത്തിയ ചത്താപ്പച്ച എന്ന ചിത്രം 4 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്നും 10 കോടി രൂപയാണ് കളക്ട് ചെയ്തത്. ചിത്രത്തിന് ഒരു മിക്സഡ് റെസ്പോൺസാണ് ഉണ്ടായത്. നിവിൻ പോളി നായകനായി അഖിൽ സത്യൻ സംവിധാനം ചെയ്ത സർവമായ എന്ന ചിത്രം മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ 8ാമത്തെ ചിത്രമായി മാറിയിരിക്കുകയാണ്. 150 കോടിയാണ് വേൾഡ് വൈഡ് ചിത്രം കളക്ട് ചെയ്തത്. പുലിമുരുകൻ്റെ റെക്കോർഡാണ് ചിത്രം തിരുത്തി എഴുതിയത്. ജനുവരി 30 ജിയോ ഹോട്ട്സ്റ്റാർ വഴി ചിത്രം OTT റിലീസ് ചെയ്യുന്നു. ലാലേട്ടൻ നായകനാവുന്ന പുതിയ ചിത്രത്തിൻ്റെ അനൗൺസ്മെൻറ്റ് ഇന്ന് നടന്നു. വിഷ്ണു മോഹൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന് ടൈറ്റിൽ ഇട്ടിട്ടില്ല. മേപ്പടിയാൻ, കഥ ഇന്നുവരെ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം വിഷ്ണു മോഹൻ സംവിധാനം ചെയ്യുന്ന ചിത്രം ഗോകുലം ഗോപാലനാണ് നിർമ്മിക്കുന്നത്. നിവിൻ പോളിയെ നായകനാക്കി അരുൺ വർമ്മ സംവിധാനം ചെയ്ത ബേബി ഗേൾ എന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും വളരെ ആവറേജിനും താഴെ ബിലിയോ ആവറേജ് ആയിട്ടുള്ള ഒരു പെർഫോമൻസാണ് ബോക്സ് ഓഫീസിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ചിത്രത്തിന് ഒരു നെഗറ്റീവ് റെസ്പോൺസാണ് ഉണ്ടായത്. ഒരുപാട് നാളായി ലാലേട്ടൻ ജിത്തു ജോസഫ് കോംബോയിൽ ഒന്നിച്ച റാം എന്ന ചിത്രത്തിൻ്റെ ചിത്രീകരണം അടുത്ത മാസം മുതൽ വീണ്ടും പുനരാരംഭിക്കാൻ സാധ്യതയുണ്ടെന്ന് സംവിധായകൻ ജിത്തു ജോസഫ് ഇപ്പോൾ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുകയാണ്. രവിതേജ നായകനായ പുതിയ ചിത്രത്തിൻ്റെ ടൈറ്റിൽ അനൗൺസ് ചെയ്തു. ഇരുമുടി എന്നാണ് ചിത്രത്തിന് ടൈറ്റിൽ നൽകിയിരിക്കുന്നത്. GV പ്രകാശാണ് ചിത്രത്തിന് മ്യൂസിക് നൽകിയിരിക്കുന്നത്. ശിവ നിർവണ്ണയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്.